സിന്തറ്റിക് മയക്കുമരുന്നുമായി 2 യുവാക്കളെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം അഞ്ചാലുമോട് കാഞ്ഞാവള്ളി കാച്ചികപുരം വീട്ടിൽ 26 വയസ്സുള്ള ഗിരീഷ്, കൊല്ലം കടപ്പാക്കട വൃന്ദാവൻ നഗറിൽ തൊണ്ടഴികത്ത് വീട്ടിൽ 30 വയസ്സുള്ള അമ്പു എന്ന് വിളിക്കുന്ന രാഹുൽ എന്നിവരാണ് പരവൂർ പോലീസിന്റെ പിടിയിലായത്. കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ MDMAയുമായി ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ പ്രതിയുടെ ഫോൺ നമ്പർ പരിശോധിച്ചതിൽ 1-ാം പ്രതിയായ ഗിരീഷിന്റെ നമ്പറിലേക്ക് നിരവധി തവണ ഫോൺ ചാറ്റ് ചെയ്തതായും ഫോൺ വിളിച്ചതായും പോലീസ് കണ്ടെത്തി. തുടർന്ന് ഗിരീഷിന്റെ ഫോൺ നമ്പർ സൈബർ സെല്ല് വഴി നിരീക്ഷണം നടത്തിയപ്പോൾ ഈ നമ്പർ ബാംഗ്ലൂർ ഉള്ളതായി കണ്ടെത്തി. തുടർന്നുള്ള നിരീക്ഷണത്തിൽ ഈ നമ്പർ കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം സഞ്ചരിക്കുന്നതായി പോലീസ് തിരിച്ചറിഞ്ഞു. ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ ഗിരീഷ് പോലീസ് പരിശോധന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൊല്ലത്തിറങ്ങാതെ പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ജംഗ്ഷനിലെത്തി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ഇയാളെ പിന്തുടരുന്ന പോലീസ് അവിടെ വെച്ച് പിടികൂടുകയായിരുന്നു. ഇയാളുടെ ദേഹപരിശോധനയിൽ 34 ഗ്രാം MDMA കണ്ടെടുത്തു. ഗിരീഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് 2-ാം പ്രതിയായ രാഹുലിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ ഗിരീഷ് രാഹുലിന് കൈമാറാനാണ് MDMA കൊണ്ടുവന്നതെന്ന് സമ്മതിച്ചു. കടപ്പാക്കട സ്വദേശിയായ രാഹുൽ പൊഴിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവിടെ നിന്നുമാണ് ഇയാളെയും പിടികൂടിയത്. ഇരുവരുടെയും മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ബാംഗ്ലൂരിലുള്ള മറ്റൊരാളാണ് മയക്കുമരുന്ന് കൈമാറുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഇയാളും ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം വ്യാപകമായ പരിശോധന നടന്നു വരുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. പരവൂർ പോലീസ് സ്റ്റേഷൻ SHO ദീപു, SI സുരേഷ്, ഗ്രേഡ് SI പ്രദീപ്, SCPO അനൂപ്, CPO ആദർശ്, ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.